2008 ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്കര എന്ന സ്ഥലത്ത് ഒരു കുളത്തിൽ നിന്നും ഒരു മൃതദേഹം ലഭിക്കുന്നു. കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി വയറു കീറി ശരീരത്തിനോട് ചേർന്ന് ഒരു വലിയ വേലിക്കല്ല് കെട്ടിയ നിലയിൽ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം. ആ മൃതദേഹം തീർത്തും അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സമീപവാസികൾക്കോ നാട്ടുകാർക്കോ ഒന്നും ഈ സ്ത്രീയെ തിരിച്ചറിയാനായില്ല. ആരാണ് മരിച്ചതെന്നറിയാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കുളത്തിന്റെ ചുറ്റുപാടുകളെല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നു. അദ്ദേഹം കുളത്തിനടുത്തായി ഒരു ചെറിയ സർപ്പക്കാവ് കാണുന്നു. ആ സർപ്പക്കാവിലേക്ക് നടന്നെടുത്തപ്പോൾ ഒരു രൂക്ഷമായ ദുർഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതൊരു ചത്ത പൂച്ചയായിരുന്നു. ആ പൂച്ചയുടെ ശരീരവും അഴുകി തുടങ്ങിയിരുന്നു. ഏകദേശം ഈ സ്ത്രീ മരണപ്പെട്ട ദിവസം തന്നെയായിരിക്കും പൂച്ചയും ചത്തതെന്ന് ഉദ്യോഗസ്ഥൻ ഊഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന്റെ കൂടെ ഈ പൂച്ചയുടെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. അദ്ദേഹത്തിന് തെറ്റിയില്ല. പോസ്റ്റ്മോർട്ടം ലഭിച്ചപ്പോൾ ഈ രണ്ടു മരണങ്ങൾക്കും സാമ്യങ്ങൾ ഏറെയായിരുന്നു. മരിച്ച സ്ത്രീയെ തിരിച്ചറിയാനാവാത്തത് കൊണ്ട് തന്നെ ഈ പൂച്ചയെ വെച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ തെളിഞ്ഞതോ ക്രൂരമായ ഒരു കൊലപാതകം.